നമസ്കാരം. ഇത് വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. 6 പതിറ്റാണ്ടിലേറെ കാലം കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യം, 5 പതിറ്റാണ്ട് നിയമസഭയിൽ തികച്ച സാമാജികൻ, 13 വട്ടം സംസ്ഥാന മന്ത്രി, വിവിധ വകുപ്പുകളിലായി 13 തവണ ധനമന്ത്രി എന്ന നിലയ്ക്ക് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും കെ.എം. മാണിക്ക് സ്വന്തം. അദ്ദേഹത്തിൻ്റെ വേർപാടാണ് ഇന്ന് നമ്മുടെ പത്രങ്ങളിലെല്ലാം പ്രധാന വിഷയം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളും അതുപോലെ തന്നെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങൾ വിവരിക്കുന്ന കുറിപ്പുകളും ചിത്രങ്ങളും എല്ലാം അടങ്ങിയതാണ് ഇന്നത്തെ നമ്മുടെ മലയാള പത്രങ്ങൾ വിശേഷിച്ചും. അവസാന കാലത്ത് ബാർക്കോഴ വിവാദത്തിൽ കുടുങ്ങിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാലായിലെ പ്രായോഗികമതിയായ ഒരു വീട്ടമ്മയുടെ പ്രതികരണം ഇതായിരുന്നു: പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ, നാടിനു വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടില്ലേ എന്നാണ്. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവ് കൂടിയായിരുന്നു മാണി സാർ എന്ന് ഉറ്റവർ വിളിച്ചിരുന്ന കുഞ്ഞുമാണി എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ട കെ.എം. മാണി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കെല്ലാം പോകും മുമ്പ് ഇന്നത്തെ മുഖ്യവാർത്താ തലക്കെട്ടുകൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. മുഖ്യവാർത്താ വിന്യാസവും ശ്രദ്ധേയമായി തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത്. എല്ലാ പത്രങ്ങളും വിശദമായി തന്നെ വാർത്തകളും നൽകിയിട്ടുണ്ട്. മറഞ്ഞു മാണി സാമ്രാജ്യം എന്നതാണ് കേരള കൗമുദിയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. ഇന്ന് തിരുനക്കര മൈതാനത്ത് പൊതുദർശനം, സംസ്കാരം നാളെ പാലാ സെൻറ്റ് തോമസ് കത്തീഡ്രലിൽ. അദ്ദേഹത്തിൻ്റെ വലിയൊരു ചിത്രവും പൂർണ്ണകായ ചിത്രവും നൽകിയിട്ടുണ്ട് മുഖ്യവാർത്തയുടെ കൂടെ കേരള കൗമുദി. ഇനി നമുക്ക് മലയാള മനോരമ കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസ താരം യാത്രയായി വിട എന്നതാണ് മനോരമയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. കെ.എം. മാണി 1933 മുതൽ 2019 വരെയുള്ള വളരെ സംഭവബഹുലമായ ജീവിതത്തിന് ഉടമയായ രാഷ്ട്രീയ നേതാവ്. മാതൃഭൂമി മാണി സാറിന് വിട എന്നത് മുഖ്യവാർത്താ തലക്കെട്ട്. മറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ അതികായൻ. അന്ത്യം ഇന്നലെ വൈകിട്ട് 4:57 എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ. ശവസംസ്കാരം നാളെ വൈകിട്ട് 4 പാലായിൽ. ദേശാഭിമാനി കെ.എം. മാണി അന്തരിച്ചു എന്നതാണ് ദേശാഭിമാനിയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. മറ്റ് സംസ്കാര കാര്യങ്ങളുമെല്ലാം ഹൈലൈറ്റായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉൾപേജുകളിൽ നൽകിയിട്ടുള്ള വാർത്തകളുടെ അറിയിപ്പും ദേശാഭിമാനി 1-ാം പേജ് നൽകിയിട്ടുണ്ട്. കരുനീക്കങ്ങൾ ആസ്വദിച്ച നേതാവ്, മുന്നണി രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞൻ, കേരള കോൺഗ്രസ്സുകാരുടെ ഗോഡ് ഫാദർ, ബാർ കോഴയിൽ തട്ടി വീഴ്ച, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ മുന്നിൽ വെച്ച് 555 സിഗരറ്റ് പാക്കറ്റ് എന്നിങ്ങനെ ഉള്ള വിവിധ വാർത്തകളാണ് ദേശാഭിമാനി ഉൾപേജിൽ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹം ഒരു കാലത്ത് ചെയിൻ സ്മോക്കറായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തതും. അദ്ദേഹം ഈ ഒരു പുകവലി ശീലം അല്ലെങ്കിൽ ദുശീലം അവസാനിപ്പിക്കാൻ നിരന്തരം പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുകയും ഏറ്റവും ഒടുവിൽ മകൾക്ക് ഒരു അസുഖം ബാധിച്ച സമയത്ത് ഉള്ളൊരു മനോവ്യഥയിൽ സിഗരറ്റ് വലി എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ സിഗരറ്റ് വലി ഉപേക്ഷിക്കുകയും ചെയ്ത ചരിത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത്. മാധ്യമം ഇനി ജനമനസ്സിൽ എന്നതാണ് മുഖ്യവാർത്താ തലക്കെട്ട്. കെ.എം. മാണിക്ക് വിട, 13 മന്ത്രിസഭകളിൽ അംഗം, 13 ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്നിങ്ങനെ വിശദാംശങ്ങൾ. മംഗളം മടങ്ങി മാണി സാർ എന്നത് മുഖ്യവാർത്താ തലക്കെട്ട്. കെ.എം. മാണിക്ക് കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി. ദീപിക വിട മാണി സാർ എന്നതാണ് ദീപികയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. കെ.എം. മാണിയുടെ അന്ത്യം ഇന്നലെ വൈകുന്നേരം 4:57 കൊച്ചിയിൽ. സംസ്കാരം നാളെ ഉച്ച കഴിഞ്ഞ് 2:30 എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളോടെ മുഖ്യ വാർത്ത. ദ ഹിന്ദു അതായത് ഛത്തീസ്ഗഡിൽ ബി ജെ പി MLA ഭീമ മാൻഡവിയും 4 സെക്യൂരിറ്റിക്കാരും മാവോയിസ്റ്റ് ആക്രമണത്തിൽ വധിക്കപ്പെട്ടതാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്. BJP MLA 4 security men killed in ദന്തേവാദ മാവോയിസ്റ്റ് അറ്റാക്ക് എന്നതാണ്. ഛത്തീസ്ഗഡിലെ ദന്തേവാദ വരുന്നത് ബസ്തർ എന്ന ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ 11-ാം തീയതി ഏപ്രിൽ 11-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കെ.എം. മാണിയുടെ വിയോഗ വാർത്ത ദ ഹിന്ദു അവതരിപ്പിച്ചിരിക്കുന്നത് മാണി മാസ്റ്റർ ഓഫ് കോയാലിഷൻ പൊളിറ്റിക്സ് നോ മോർ എന്ന ശീർഷകത്തിലാണ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ മോദി സീക്സ് വോട്ട്സ് ഇൻ മെമ്മറി ഓഫ് പുൽവാമ മാർട്ടിയേഴ്സ്, ഓപ്പോസിഷൻ ഫ്യൂംസ്. അത് പുൽവാമ ഭീകരാക്രമണത്തിൽ വധിക്കപ്പെട്ട 40 CRPF ജവാന്മാരുടെ സ്മരണയിൽ വോട്ട് രേഖപ്പെടുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടർമാരോട്
ആക്ഷേപങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തിനും വഴി വച്ചിരിക്കുകയാണ്. പോൾ പാനൽ സീക്സ് റിപ്പോർട്ട് ഓൺ സ്പീച്ച് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. മറ്റൊന്ന് മാണി സാർ ദ സാർ ഹു നെവർ ബിക്കെയിം CM ചീഫ് മിനിസ്റ്റർ എന്നതാണ്. അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും അടുത്ത് നിന്ന ഒരു ഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അവസരം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്ത സാർ ബോസ് ഔട്ട് എന്നത് തന്നെയാണ്. മാണി സാർ കേരള കോൺഗ്രസ് സുപ്രീമോ ആൻഡ് ദ കൺട്രീസ് ലോങ്കസ്റ്റ് സെർവിംഗ് MLA ഡൈസ് അറ്റ് 86, ലിവിങ് എ ബിഗ് വോയിഡ് ഇൻ ദ സ്റ്റേറ്റ്സ് പൊളിറ്റിക്കൽ സ്പെക്ട്രം എന്നിങ്ങനെ മുഖ്യവാർത്ത വിശദാംശങ്ങൾ. ഇനി നമുക്ക് കേരളകൗമുദിയുടെ മുഖ്യവാർത്തയിൽ നിന്ന് നോക്കി തുടങ്ങാം. കേരളകൗമുദിയിൽ മുഖ്യവാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ശവസംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതിയോടുകൂടി പാലാ സെൻറ്റ് തോമസ് കത്തീഡ്രലിലാണ് നടക്കുക. ഇന്ന് കോട്ടയത്ത് പൊതുദർശനത്തിന് വയ്ക്കുന്നു എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്ന് MS സജീവൻ്റെ റിപ്പോർട്ടാണ്. 6 പതിറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിച്ച സമുന്നത നേതാവും സുവർണ ജൂബിലി ആഘോഷിച്ച നിയമസഭാ സാമാജികനും ബഡ്ജറ്റ് അവതരണത്തിൽ റെക്കോർഡിട്ട ധനമന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായ KM മാണി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചാണക്യനായിരുന്ന KM മാണി വലിയ ലക്ഷ്യങ്ങളുമായി ഒരു പൊതു തിരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കെയാണ് അരങ്ങ് ഒഴിഞ്ഞത്. ഇന്നലെ വൈകിട്ട് 4:57 എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭാര്യ കുട്ടിയമ്മയുടെ കൈ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത്. ജോസ് കെ മാണി MP ഉൾപ്പെടെ മക്കളും സമീപത്തുണ്ടായിരുന്നു. ജോസ് കെ മാണിയെ കൂടാതെ 5 പുത്രിമാരാണ് അദ്ദേഹത്തിന് ഉള്ളത്. എൽസമ്മ, സാലി, ആനി, ടെസി, സ്മിത എന്നിവർ. മരുമക്കൾ ഡോക്ടർ തോമസ് കവലയ്ക്കൽ, MP ജോസഫ് റിട്ടയർഡ് IAS, ഡോക്ടർ സേവ്യർ എടക്കാട്ടുകുടി എറണാകുളം, നിഷ ജോസ് കെ മാണി, ഡോക്ടർ സുനിൽ ഇലവനാൽ കോഴിക്കോട്, രാജേഷ് കുരുവിത്തടം പാലാരിവട്ടം. പല കാലഘട്ടങ്ങളിലായി 13 തവണ മന്ത്രിയായപ്പോൾ അദ്ദേഹം ധനമന്ത്രിയായി PK വാസുദേവൻ നായർ മന്ത്രിസഭയിലായിരുന്നു തുടക്കം. അതിനുശേഷം ആഭ്യന്തരം, നിയമം, ജലസേചനം, റവന്യൂ എന്നീ വകുപ്പുകളും പല കാലങ്ങളിലായി കൈകാര്യം ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായും ഇരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന സന്ദേശം ഒപ്പമുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു KM മാണി. നിയമസഭാംഗം എന്ന നിലയിൽ സ്ഥാപിച്ച റെക്കോർഡ് ജനങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് തെളിവാണ്. സംസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ വിയോഗം വേദനയുളവാക്കുന്നു. ബന്ധുക്കളുടെയും അനുയായികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നിങ്ങനെ പ്രധാനമന്ത്രിയുടെ അനുശോചന സന്ദേശം. ആശുപത്രിയിലേക്ക് ജനപ്രവാഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കുന്നു. എല്ലാ വിശദാംശങ്ങളുമുണ്ട്. ഒപ്പം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചെറുമകൻ കുഞ്ഞുമാണി അന്ത്യചുംബനം നൽകുന്നതിൻ്റെ അനൂഷ് ഭദ്രൻ പകർത്തിയ ചിത്രവും മുഖ്യവാർത്തയുടെ കൂടെ കേരളകൗമുദി നൽകിയിരിക്കുന്നു. ഇനിയൊരു വാർത്ത 1-ാം പേജിലുള്ളത് NDAക്ക് നേരിയ ഭൂരിപക്ഷമെന്ന ഒരു അഭിപ്രായ സർവേ വന്നിരിക്കുന്നു. വിവിധ ഏജൻസികൾ നടത്തിയ അഭിപ്രായ സർവേയിലെ ഫലമാണ് അത്. കേന്ദ്രത്തിൽ BJPയുടെ നേതൃത്വത്തിൽ NDA വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് ദേശീയ ഏജൻസികളുടെ അഭിപ്രായ സർവേ ഫലം. സർവേ നടത്തിയത് സി വോട്ടർ, ഇന്ത്യ TV, CNX, CSDS, ലോക് നീതി, ടൈംസ് നൗ, VMR, പോൾസ് ഓഫ് പോൾസ് തുടങ്ങിയ ഏജൻസികളാണ്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ശരാശരി 141 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. NDA ആകെയുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ 273 എണ്ണത്തിലും വിജയിക്കുമെന്നാണ് സർവേ ഫലം. 543 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ്. അതിൽ ഒരു സീറ്റ് കൂടുതൽ ലഭിക്കുമെന്നാണ് പ്രവചനം വന്നിരിക്കുന്നത്. പ്രാദേശിക കക്ഷികൾ 120 മുകളിൽ സീറ്റുകൾ നേടി NDA സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നും അഭിപ്രായ സർവേയിൽ പറയുന്നുണ്ട്. ഇനി ഉൾപേജിൽ പത്രങ്ങളെല്ലാം തന്നെ സെൻറ്റർ സ്പ്രെഡായിട്ടാണ് KM മാണിയുടെ വിയോഗത്തെ തുടർന്നുള്ള അനുസ്മരണ കുറിപ്പുകളും അതുപോലെ തന്നെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങൾ വിവരിക്കുന്ന റിപ്പോർട്ടുകളും ചിത്രങ്ങളുമെല്ലാം വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജനമനം കവർന്ന പ്രമാണി എന്നതാണ് ഉൾപേജിലെ പ്രധാന ശീർഷകം കേരളകൗമുദിയിൽ. അദ്ദേഹം വിവിധ നേതാക്കളുമായി ഒത്തുനിൽക്കുന്ന MGR ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളുമായി ഒത്തുനിൽക്കുന്ന ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. V. ജയകുമാറിൻ്റെ റിപ്പോർട്ടാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ പകരക്കാരൻ ഇല്ലാത്ത പ്രമാണിയാണ് KM മാണി എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് വലിയൊരു പാഠഭേദം ഉണ്ട്. കേരള രാഷ്ട്രീയത്തിലെയല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പകരക്കാരൻ ഇല്ലാത്ത പ്രമാണിയാണ് KM മാണി എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസ് 1964 പിറവിയെടുക്കുമ്പോൾ മാണി കോൺഗ്രസിലായിരുന്നു. ഒരു വർഷത്തിന് ശേഷം പാലായിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MM ജേക്കബിനെതിരെ മത്സരിക്കാൻ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാണിയെ
പൊക്കിക്കൊണ്ടുവരികയായിരുന്നു. പിന്നീട് മാണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ പിതൃത്വം പോലും മാണിയുടെ മേൽ ചരിത്രകാരന്മാർ ഇന്ന് ചാർത്തുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അദ്ദേഹം എന്നിങ്ങനെ തുടരുന്നു ജയകുമാറിൻ്റെ റിപ്പോർട്ട്. നീണ്ട മൂക്കിന് താഴെയുള്ള കട്ടിമീശ, അതുപോലെ തന്നെ ശത്രുവിനെയും മിത്രമാക്കുന്ന ആ ഒരു പ്രാവീണ്യം, അഡീഷണാലിറ്റി, അധ്വാനവർഗ സിദ്ധാന്തം എന്നിങ്ങനെയുള്ള വാക്കുകളുടെ കണ്ടെത്തൽ, ഇങ്ങനെ വിശദമായി തന്നെ മാണിയുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. കൗമുദി TV ഇന്ന് KM മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേക പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 1:30 രാത്രി 8 മണിക്കുമാണ്. KM മാണിയും ഭാര്യ കുട്ടിയമ്മയുമായി ഉള്ള സ്ട്രെയിറ്റ് ലൈൻ പരിപാടി അഭിമുഖത്തിൻ്റെ പുനഃസംപ്രേഷണം ഇന്ന് രാത്രി 9 മണിക്ക് ഉണ്ടാകും എന്ന അറിയിപ്പും ഉണ്ട്. മറ്റു റിപ്പോർട്ടുകൾ പേജിലുള്ളത് റെക്കോർഡുകളുടെ പ്രിൻസ് എന്നെന്നും നിഴലായി കുട്ടിയമ്മ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ പാലായിലെ വസതിയുടെ ചിത്രം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് കേരള കൗമുദിയിൽ. ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിൽ വാർത്താ വിന്യാസ രീതികൾ കൂടി ഒന്ന് നോക്കാം. ആദ്യം മലയാള മനോരമയിൽ വിട എന്ന മുഖ്യവാർത്ത തലക്കെട്ട് ഹൈലൈറ്റുകളോടുകൂടി തന്നെ ആകർഷകമായ അവതരണം. മുഖ്യവാർത്തയിൽ പറയുന്നത് അരനൂറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൻ്റെ നെടുന്തൂണായി നിന്ന KM മാണി വിടവാങ്ങി. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ പല തലത്തിൽ നിർണായകമായി സ്വാധീനിച്ച സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിനാണ് മാണിയുടെ മരണത്തോടെ തിരശ്ശീല വീഴുന്നത് എന്നിങ്ങനെ മുഖ്യവാർത്ത. ഒപ്പം മറ്റൊരു വാർത്ത പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് ഈ ഒരു പശ്ചാത്തലത്തിൽ അനിവാര്യമായിരിക്കുമെന്നതാണ്. അതിൽ പറയുന്നത് KM മാണിയുടെ നിര്യാണത്തോടെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാകും. മണ്ഡലത്തിന് 6 മാസത്തിലേറെ ജനപ്രതിനിധി ഇല്ലാതാകാൻ പാടില്ല എന്നതാണ് ചട്ടം. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ 2 വർഷം കൂടി ബാക്കിയുണ്ടെന്നതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ആവില്ല. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 9 MLA മാർ മത്സരരംഗത്തുണ്ട്. ഇവരിൽ ജയിക്കുന്നവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. PB അബ്ദുൾ റസാഖിൻ്റെ മരണത്തോടെ മഞ്ചേശ്വരം സഭാ മണ്ഡലം ഒഴിഞ്ഞുകിടക്കുകയാണ്. അവിടെയെല്ലാം ഒരുമിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഒരു റിപ്പോർട്ട് കൂടി നോക്കാം മനോരമയുടെ 1-ാം പേജിൽ നിന്ന്. നോട്ട് നിരോധനം ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. നിരോധനത്തിന് മുൻപേ വിദേശത്ത് 3 ലക്ഷം കോടിയുടെ നോട്ട് അച്ചടിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. കമ്മീഷൻ വ്യവസ്ഥയിൽ അസാധു നോട്ട് മാറി നൽകിയെന്നാണ് ആരോപണം. നോട്ട് നിരോധനത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും അമിത്ഷായെയും പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസിൻ്റെ ഗുരുതര അഴിമതി ആരോപണം. നിരോധനം വരുന്നതിന് മുൻപ് തന്നെ 1 ലക്ഷം കോടി രൂപയുടെ 3 സീരീസ് നോട്ടുകൾ വിദേശത്ത് അച്ചടിച്ച് എത്തിച്ചെന്നും കമ്മീഷൻ വ്യവസ്ഥയിൽ അസാധു നോട്ട് മാറി നൽകിയെന്നുമാണ് ആരോപണം. ഒറ്റയടിക്ക് ഇങ്ങനെ 320 കോടി രൂപ വരെ മാറി നൽകിയെന്ന് ഒളി ക്യാമറ ദൃശ്യത്തിൻ്റെ സഹായത്തോടെയാണ് കോൺഗ്രസ് ആരോപിച്ചത്. കള്ളപ്പണം തിരിച്ചുപിടിക്കാൻ എന്ന പേരിൽ മോദി സർക്കാർ നടത്തിയ നോട്ട് നിരോധനം ഇഷ്ടക്കാർക്കായി ചോർത്തപ്പെട്ടുവെന്നും BJP ഇതിൻ്റെ നേട്ടമുണ്ടാക്കിയെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പുറത്തുവിട്ട ആരോപണത്തിൻ്റെ കാതൽ എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത. ഉൾപേജിൽ മനോരമയും കുഞ്ഞുമാണി മുതൽ മാണിസാർ വരെയുള്ള ആ ഒരു വളർച്ചയുടെ വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രമാണ് പേജിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും പേജിൽ ഉള്ളത് ടോണി ജോസിൻ്റെ ഒരു കുറിപ്പാണ്. പിന്നെയുള്ളത് സ്കൂളിലെ തുടക്കം, കോളേജിലെ മുഴക്കം, സിദ്ധാന്തം എന്ന ആയുധം, അതുപോലെ തന്നെ കേരളത്തിന് നഷ്ടമായ മുഖ്യമന്ത്രി എന്നിങ്ങനെ ഒരു റിപ്പോർട്ടുകളാണ് പേജിൽ ഉള്ളത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1979 PK വാസുദേവൻ നായർ രാജിവെച്ചപ്പോൾ മാണി മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ CH മുഹമ്മദ് കോയയാണ് ആ സ്ഥാനത്ത് എത്തിയത്. 2 മാസത്തിനുള്ളിൽ മാണി മുഹമ്മദ് കോയയ്ക്ക് പിന്തുണ പിൻവലിച്ചു. അന്ന് മുഖ്യമന്ത്രിയാകാനുള്ള മാണിയുടെ ശ്രമം വിജയിച്ചില്ല, നിയമസഭ പിരിച്ചുവിട്ടു എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി ഓടിച്ച് നോക്കാം. മാതൃഭൂമിയിൽ മാണിസാറിന് വിട വിശദാംശങ്ങളോടെ മുഖ്യവാർത്ത. ഒപ്പം KM മാണിയുടെ മൃതദേഹത്തിനരികിൽ വിങ്ങിക്കരയുന്ന മകൻ ജോസ് കെ മാണി MP യുടെ ചിത്രം MV സിനോജ് പകർത്തിയതും നൽകിയിട്ടുണ്ട്. അഭിഭാഷകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് മാതൃഭൂമി മുഖ്യവാർത്തയുടെ കൂടെ. ഇനിയൊരു റിപ്പോർട്ട് മാതൃഭൂമിയുടെ 1-ാം പേജിലുള്ളത് കശ്മീരിൽ ഭീകരൻ്റെ വെടിയേറ്റ് RSS നേതാവും സുരക്ഷാ ഭടനും കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ജമ്മു കശ്മീരിലെ കിസ്ത്വാഡ് പട്ടണത്തിൽ ഭീകരൻ്റെ വെടിയേറ്റ് RSS നേതാവ് ചന്ദ്രകാന്ത് ശർമ്മയും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ രജീന്ദറും കൊല്ലപ്പെട്ടു. കിസ്ത്വാഡിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ഇരച്ചെത്തിയ ഭീകരൻ ചന്ദ്രകാന്ത് ശർമ്മയുടെ നേരെ നിറ ഒഴിക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ 1 BJP സംസ്ഥാന സെക്രട്ടറി അനിൽ പരിഹാറും സഹോദരൻ അജിത്തും കിസ്ത്വാഡിൽ
ഭീകരരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു എന്നിങ്ങനെ ആ വാർത്ത. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ കോൺഗ്രസ് നോട്ട് അസാധുവാക്കലിൻ്റെ മറവിൽ വ്യാജ കറൻസി മാറ്റിയെടുത്തു എന്ന റിപ്പോർട്ട് 1-ാം പേജിലുണ്ട്. ഇനി റിപ്പോർട്ട് കൂടി മാതൃഭൂമിയുടെ 1-ാം പേജിലുള്ളത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ വൈക്കം ഡിവൈഎസ്പി കെ സുഭാഷിൻ്റെ നേതൃത്വത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീയുടെ കൂടെ നിന്ന് സമരരംഗത്തുണ്ടായിരുന്ന അവർക്ക് വേണ്ടി സമരരംഗത്തുണ്ടായിരുന്ന സിസ്റ്റർ അനുപമയുടെ പ്രതികരണം കുറ്റപത്രം സമർപ്പിച്ചതോടെ ഇരയായ കന്യാസ്ത്രീക്കും അവർക്ക് പിന്തുണ നൽകിയവർക്കും പകുതി നീതി ലഭിച്ചു എന്നാണ്. മറ്റൊരു റിപ്പോർട്ട് അഭയ കേസിൽ ഫാദർ കോട്ടൂരും സിസ്റ്റർ സോഫിയും വിചാരണ നേരിടണമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചതാണ്. ഇനി ഉൾപേജിൽ മാതൃഭൂമിയും സെൻട്രൽ സ്പ്രെഡായി തന്നെ 2 ഇല ബാക്കിയാക്കിയ വൻമരം എന്ന ശീർഷകത്തിലാണ് മുഖ്യ വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും പേജിൽ നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അനുസ്മരണം മഹാമേരു എന്ന ശീർഷകത്തിൽ, എൻ്റെ അച്ചാച്ചൻ എന്ന ജോസ് കെ മാണിയുടെ അനുസ്മരണം, അളവില്ലാത്ത സ്നേഹം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ അനുസ്മരണക്കുറിപ്പ്, കോട്ടയത്തെ എൻ്റെ സീനിയർ ആയിരുന്നു മാണി സാർ എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം, മറ്റൊന്ന് കെടാത്ത വ്യക്തിബന്ധം എന്നാണ് PJ ജോസഫിൻ്റെ അനുസ്മരണം. അതായത് അവസാന കാലത്ത് KM മാണിയുമായി ചെറിയൊരു അസ്വാരസ്യത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് PJ ജോസഫിനുള്ളത്. എന്നാലും കെടാത്ത വ്യക്തിബന്ധമായിരുന്നു തങ്ങൾ തമ്മിൽ എന്നാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിൽ അനുസ്മരിച്ചിരിക്കുന്നത്. സന്തോഷത്തോടെ നിയമസഭയുടെ ചരിത്രത്തിനൊപ്പം എന്ന് SN ജയപ്രകാശിൻ്റെ കുറിപ്പും പേജിൽ ഉണ്ട്.